CMRL എക്സാലോജിക് കരാറിൽ മാത്യു കുഴൽനാടന് തിരിച്ചടി. മാത്യു കുഴൽനാടന്റെ കഴമ്പില്ലാത്ത ആരോപണങ്ങളും വിവാദങ്ങളും UDFന് തിരിച്ചടിയാകുന്നെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനം ഉയരുകയാണ്. പാർട്ടിയിൽ ആരെയും ഇങ്ങനെ കയറൂരി വിടരുതെന്നും മുതിർന്ന നേതാക്കൾ മാത്യു കുഴൽനാടന്റെ നീക്കങ്ങൾ പാർട്ടിയിൽ ആലോചിക്കാതെയെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. ഇന്നില്ല, വരുമ്പോൾ സമയം വരുമ്പോൾ എന്താ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്നെ എത്ര വേണം പരിഹസിക്കാം. ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്, നോ പ്രോബ്ലം. എത്ര വേണം വായിക്കും, ഇതിൻ്റെതായ സമയമുണ്ട് ദാസാന്ന് പറഞ്ഞ. പാർട്ടിയുമായി കൂടിയാലോചനയില്ലാതെ നിരന്തരമായ എടുത്തുചാട്ടം, പാർട്ടിയെ വിട്ടിലാക്കുന്ന സെൽഫ് പ്രൊമോഷൻ, കോടതികളിൽ നിന്നുള്ള നിരന്തരമായ തിരിച്ചടികൾ, ഇതൊക്കെയാണ് മാത്യു കുഴൽനാടനെതിരെ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്ന വിമർശനം. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ആരോപണത്തിന്റെ പുകപറയിൽ നിർത്തി മുന്നോട്ടു പോകുന്നതാണ് നല്ലതെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട്. മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ നിലനിർത്തി ആശയക്കുഴപ്പമുണ്ടാക്കുക, അത് തെരഞ്ഞെടുപ്പുകളിൽ ക്യാമ്പയിനായി ഉപയോഗപ്പെടുത്താമെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. പക്ഷേ ആലോചനയില്ലാതെ കുഴൽനാടന്റെ എടുത്തുചാട്ടങ്ങൾ തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ. വിവാദങ്ങൾ കോടതിയിലെത്തിച്ച് അവിടെ സ്ഥിരമായി പരാജയപ്പെടുന്ന അവസ്ഥ. കുഴൽനാടനെ ആരാണ് ഇത്തരം കാര്യങ്ങൾ ചുമതലപ്പെടുത്തിയെന്ന ചോദ്യവും പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. പാർട്ടി പാർലമെന്ററി പാർട്ടിയുടെ അനുവാദം കുഴൽനാടൻ വാങ്ങിയിട്ടില്ലെന്ന വിമർശനവുമുണ്ട്. കൂടാതെ നിയമസഭയ്ക്ക് അകത്ത് മുന്നണിയുമായി ആലോചനയില്ലാതെ കുഴൽനാടൻ നടത്തുന്ന നീക്കങ്ങളിൽ ലീഗിനും വലിയ അതൃപ്തിയുണ്ട്. രാഷ്ട്രീയ പക്വതയില്ലാത്തവരെ നിയന്ത്രിക്കണമെന്നാണ് മുതിർന്ന ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.